ഗാമ ഇൻറ്റു സി വൈ മൈനസ് സി എക്സ്. ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. ഈ 1/cx മൈനസ് 1/cy എന്ന് പറഞ്ഞ ടൈം അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സി വൈ മൈനസ് സി എക്സ് ഡിവൈഡ് ബൈ സി എക്സ് ഇൻറ്റു സി വൈ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ എല്ലാ ടേംസിലും ന്യൂമറേറ്ററിൽ സി വൈ മൈനസ് സി എക്സ് ഉണ്ട് ഇല്ലേ? ആ സി വൈ മൈനസ് സി എക്സിൻ്റെ ടൈം ന്യൂമറേറ്ററിൽ നിന്ന് വെട്ടിക്കളയാം. ഓക്കെ, ഇത് ചിലപ്പോൾ 2 വീഡിയോ ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, എനിവേ, അപ്പോൾ 2 ടേമിൻ്റെ ന്യൂമറേറ്ററിൻ്റെ ടേം വെട്ടിക്കളയാം. അപ്പോൾ ഇവിടെ എന്ത് വരും? പിന്നെ ഡിനോമിനേറ്ററിലുള്ള ടൈം നമുക്ക് ഡിനോമിനേറ്ററിലുള്ള ടൈമിന് സി എക്സ് ഇൻറ്റു സി വൈ എന്ന് പറഞ്ഞ ടൈം. അപ്പോൾ സിമ്പിളായിട്ട് ഈ ഒറ്റ ഇക്വേഷൻ ഒറ്റയടിക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൊത്തത്തിൽ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇത് ഫുള്ള് വെട്ടിപ്പോവും. ഇവിടെ വരുമ്പോൾ സി എക്സ് ഇൻറ്റു സി വൈ എന്ന് വരും, ഇവിടെ സി എക്സ് ഇൻറ്റു സി വൈ എന്ന് വരും. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? അപ്പോൾ ബാക്കി വരുന്നത് എന്താണ്? ഗാമ പ്ലസ് 1/2 ഇൻറ്റു എ സ്റ്റാർ സ്ക്വയർ പ്ലസ് ഗാമ മൈനസ് 1/2 ഇൻറ്റു സി എക്സ് സി വൈ ഇസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു സി വൈ മൈനസ് സി എക്സ് ഇൻറ്റു സി വൈ എന്ന് വരും. സി വൈ സി എക്സ് ഇൻറ്റു സി വൈ എന്ത് വേണമെങ്കിലും എഴുതിക്കാം. ഓക്കെ, ഇനി നമ്മൾ പിന്നെയും സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാൻ പോകണം. ഇവിടെ 2 ടേമിലും ഡിനോമിനേറ്റർ 2 ഉണ്ട്. ആ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ മൾട്ടിപ്ലൈ ബൈ 2 വരുമ്പോൾ ഗാമ പ്ലസ് 1/2 ഇൻറ്റു എ സ്റ്റാർ സ്ക്വയർ പ്ലസ് ഗാമ മൈനസ് 1 ഇൻറ്റു ബൈ 2 അപ്പുറത്തേക്ക് പോയി ഇൻറ്റു സി എക്സ് ഇൻറ്റു സി വൈ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഗാമ സി എക്സ് സി വൈ എന്ന് വരും. 2 അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തല്ലോ. ഇനി ലാസ്റ്റ് എന്താ ചെയ്യാം? ഈ ഇപ്പുറത്ത് കിടക്കുന്ന ഈ ടൈമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഗാമ പ്ലസ് 1 ഇൻറ്റു എ സ്റ്റാർ സ്ക്വയർ മാത്രമായി അവിടെ ഇസ് ഈക്വൽ ടു 2 ഗാമ ഇൻറ്റു സി എക്സ് സി വൈ. ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോയല്ലോ. 2 ഗാമ ഇൻറ്റു സി എക്സ് സി വൈ ഓൾറെഡി കിടക്കുന്നുണ്ട്. ഈ മൈനസ് അപ്പുറത്തേക്ക് പോകും, ഇത് പ്ലസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ മൈനസ് ഇൻറ്റു ഗാമ മൈനസ് 1 സി എക്സ് സി വൈ എന്നാവും. സിംപ്ലിഫൈ ചെയ്യാം, ഇത് ബ്രാക്കറ്റൊക്കെ പൊളിക്കാം. അപ്പോൾ 2 ഗാമ ഇൻറ്റു സി എക്സ് സി വൈ ഓൾറെഡി കിടപ്പുണ്ട്. ഈ ഗാമ മൈനസ് 1ലേക്ക് ഇത് സാധനത്തിന് അകത്തേക്ക് കയറ്റുമ്പോൾ ഒരു ഗാമ ഇൻറ്റു സി എക്സ് സി വൈ പ്ലസ് ഈ മൈനസ് ഉള്ളിലേക്ക് കയറിക്കുമ്പോൾ പ്ലസ് സി എക്സ് സി വൈ എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് 2 ഗാമ ഇത് കണ്ട ഇവിടെ 2 ഗാമ സി എക്സ് സി വൈ ഉണ്ട്, മൈനസ് സി എക്സ് സി വൈ ഉണ്ട്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 ഗാമ ഇൻറ്റു സി എക്സ് സി വൈ എന്ന് വരും. ഓക്കെ, അപ്പോൾ 1 ഗാമ ഇൻറ്റു സി എക്സ് സി വൈ പ്ലസ് സി എക്സ് സി വൈ എന്ന് വരും. അപ്പോൾ ആ ടൈമിൽ നിന്ന് സി എക്സ് സി വൈനെ മാത്രം നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? സി എക്സ് സി വൈ ഇൻറ്റു ഗാമ പ്ലസ് 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ എ സ്റ്റാർ സ്ക്വയർ, അപ്പോൾ ഗാമ പ്ലസ് 1 ഇൻറ്റു എ സ്റ്റാർ സ്ക്വയർ ആണ് ഓൾറെഡി അവിടെ കിടക്കുന്നത്. ഇനി ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എ സ്റ്റാർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇപ്പുറത്ത് ഗാമ പ്ലസ് 1 ഉണ്ട്, അതും വെട്ടിപ്പോയി. അപ്പോൾ എ സ്റ്റാർ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി എക്സ് സി വൈ. ഇതാണ് നമ്മുടെ പ്രാൻഡൽ മേയർ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ഫോമാണ്. ഇതിനെ നമ്മൾ ശരിക്കും യൂസ്ഫുൾ ഫോമിലേക്ക് ആക്കാനായിട്ട് എന്താ ചെയ്യാം? ഈ എ സ്റ്റാർ സ്ക്വയറിനെ നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എ സ്റ്റാർ സ്ക്വയറിനെ എ സ്റ്റാർ ഇൻറ്റു എ സ്റ്റാർ എന്ന് സ്പ്ലിറ്റ് ചെയ്യാം, എന്നിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഈ 1 ഈക്വൽ ടു സി എക്സ് ബൈ എ സ്റ്റാർ സ്ക്വയർ ഇൻറ്റു സി വൈ ബൈ എ സ്റ്റാർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ സി ബൈ എ സ്റ്റാർ എന്ന് പറയുന്ന സാധനം നമ്മൾ ക്യാരക്ടറിസ്റ്റിക് മാർക്ക് നമ്പർ ആണ്, എം സ്റ്റാർ ആണ്. ഓക്കെ, സോറി, ക്രിറ്റിക്കൽ മാർക്ക് നമ്പറാണ്, ക്രിറ്റിക്കൽ അല്ല, ക്യാരക്ടറിസ്റ്റിക് മാർക്ക് നമ്പറാണ്. ക്രിറ്റിക്കൽ എന്ന് പറയുന്നത് അറ്റ് എം ഈക്വൽ ടു 1 എന്നുള്ള സാധനമാണ്. ഇത് ക്യാരക്ടറിസ്റ്റിക് മാർക്ക് നമ്പർ, സ്റ്റാറ്റിക് ഫ്ലൂയിഡ് വെലോസിറ്റി ബൈ ക്രിറ്റിക്കൽ അക്യൂസ്റ്റിക് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ സി എക്സ് ബൈ എ സ്റ്റാർ എന്ന് പറയുന്നത് എം എക്സ് സ്റ്റാർ ആവും, സി വൈ ബൈ എ സ്റ്റാർ എന്ന് പറയുന്നത് എം വൈ സ്റ്റാർ ആവും. അപ്പോൾ എം എക്സ് സ്റ്റാർ ഇൻറ്റു എം വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രാൻഡൽ മേയർ റിലേഷൻ്റെ ഫസ്റ്റത്തെ ഏറ്റവും മേജറായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ടേം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രാൻഡൽ മേയർ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇമ്പോസിബിലിറ്റി ഓഫ് ഷോക്ക് ഇൻ സബ്സോണിക് ഫ്ലോ എന്നുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോസിബിലിറ്റി ഓഫ് ഷോക്ക് നമുക്ക് 2 രീതിയിൽ ഡിറൈവ് ചെയ്യാം. ഒന്ന് നമ്മുടെ എൻട്രോപ്പി റിലേഷൻസ് വെച്ച് ഡിറൈവ് ചെയ്യാം, 2 സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ വെച്ചിട്ട് ഡിറൈവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ അങ്ങനെ കോമൺ ആയിട്ട് ഡിറൈവ് ചെയ്യാൻ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം CFFൽ എവിടെ നിന്നൊക്കെ ചോദ്യം ചോദിക്കുന്നു, ഡെറിവേഷൻസിൻ്റെ കേസിൽ എവിടെ നിന്നൊക്കെ ചോദ്യം ചോദിക്കുന്നു പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളിവിടെ സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ ഉണ്ട്, ഇതുപോലെ തന്നെ സ്റ്റാറ്റിക് ഡെൻസിറ്റി റേഷ്യോ വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊന്നും നമുക്ക് ക്ലാസ്സിലെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് തീരത്തേയില്ല, നിങ്ങൾക്ക് അങ്ങനെ സിലബസിൽ പറഞ്ഞിട്ടുമില്ല. ഓക്കെ, പക്ഷെ ചോദിക്കണമെങ്കിൽ അവർക്ക് ചോദിക്കാം.
കാരണം CFFൻ്റെ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാരെല്ലാവരും അത്യാവശ്യം നല്ല വിവരമുള്ള ഗ്യാസ് ഡൈനാമിക്സും ഫ്ലൂയിഡ് ഡൈനാമിക്സും തലക്ക് പിടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അവർക്ക് അവരുടെ വിവരം കാണിക്കാനായിട്ട് ചോദിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചോദിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ ഡെറിവേഷൻസിൽ കൂടുതൽ റിലൈ ചെയ്യാണ്ട് ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് പഠിച്ചിരിക്കുക. പിന്നെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രോബ്ലത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പ്രോബ്ലമൊക്കെ സിമ്പിളാണ്, ഇതുവരെ നിങ്ങൾ ചെയ്ത പ്രോബ്ലം വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോൻ്റെ കാര്യത്തിലേക്ക് നേരിട്ട് കിടക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ അക്രോസ് ദി ഷോ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇമ്പൾസ് ഫംഗ്ഷൻ്റെ ഡെറിവേഷനിൽ നിന്നാണ്. ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് F=P+ρc². അപ്പോൾ ഷോക്കിൻ്റെ ഇതും നേരത്തെ ചെയ്ത പോലെ ഷോക്കിൻ്റെ ഒരു ചാനലൊക്കെ വരച്ച് അതിൻ്റെ അകത്ത് ഷോക്കിൻ്റെ പടമൊക്കെ വരച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ചെയ്യല്ല. അപ്പോൾ Fx=Px+ρx². ഇനി ഷോക്കിൻ്റെ റിലേറ്റഡ് Fy=Py+ρy_cy². ഇനി ഷോക്കിൻ്റെ കേസിലാകുമ്പോൾ ഇമ്പൾസ് ഫംഗ്ഷൻ അക്രോസ് ആയിട്ട് രണ്ട് സെയിം ആയിരിക്കും. അതായത് Fx=Fy ആയിരിക്കും. അപ്പോൾ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യുക. Px+ρxcx² Py+ρy_cy². ഇനി കുറച്ച് സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഈ CX² നമ്മൾ M=C/A ആണല്ലോ. അപ്പോൾ CX²/AX² എന്ന് പറയുന്നത് ഫുൾ സ്ക്വയർ ചെയ്യുക. അപ്പോൾ C² M×M²×A² ആയിരിക്കും. അപ്പോൾ ഇവിടെ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് വരും? Px+C² എന്താവും? mx²×A² എന്ന് വരും. AX² എന്ന് വരും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പുറത്താവുമ്പോൾ Py+ρy×CY² my²×AY² എന്ന് വരും. ഇനി പിന്നെ സിംപ്ലിഫിക്കേഷൻ ചെയ്യുക. ഇതിൻ്റെ അകത്ത് കുറച്ച് റീഅറേഞ്ച്മെൻറ്റുകളുണ്ട്. നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ P=mRT. അതിൻ്റെ നിന്ന് P=Vനപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ m/v/RT വരും. m/v എന്ന് പറയുന്നത് റോ ആണ്. അപ്പോൾ P=ρRT എന്ന് വരും. അപ്പോൾ ρ=P/RT എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ റോയിന് പകരം നമ്മൾ P/RT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ Px+Px/RTx. ഈ T എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ടെമ്പറേച്ചർ ആണ്. അത് എക്സിനും വൈനും സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് P/RT വരുമ്പോൾ Px/RTx വരും. ഓക്കെ, അതുപോലെ തന്നെ എമ്മിനെ നമ്മളവിടെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ എനെ നമുക്ക് അങ്ങോട്ട് ചേഞ്ച് ചെയ്യണം. എനെയും ചേഞ്ച് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? √Γ/RT. അതും കൊടുക്കുക. അപ്പോൾ Γ×RTx എന്ന് വരും. Py+Py/RTy×my² എന്ന് വരും. ഇനി ഇവിടെ നോക്കി, ഇവിടെ RT ഉണ്ട് ഇപ്പുറത്തും. Γ/RTയുടെ ഉള്ള RTയും ഈ RTയും തമ്മിൽ വെട്ടിപ്പോവും. RTx വെട്ടിപ്പോവും. അപ്പോൾ ഇപ്പുറത്ത് അതുപോലെ തന്നെ വെട്ടിപ്പോവും. അപ്പോൾ ബാക്കി എന്ത് വരും? Px+Px×Γ mx² Py+Py×Γ എന്ന് വരും. അത് എന്നിട്ട് ഇവിടെ നോക്കി, രണ്ട് ടൈമിലും Px ഇതിവിടെ രണ്ട് സ്ഥലത്തും കോമൺ ഉണ്ട്, പുറത്തേക്ക് എടുക്കാം. ഇവിടെ Py കോമൺ ഉണ്ട്, പുറത്തേക്ക് എടുക്കാം. അപ്പോൾ Px+1+Γ mx² Py+1+Γ my² എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് Py/Px നമ്മൾ കൺവേർട്ട് ചെയ്യണം. Px/Py അല്ല, Py/Px ഇതിനെ കൺവേർട്ട് ചെയ്യാം. Py/Px =1+Γ mx². ഓക്കെ, 1+Γ mx² മുകളിൽ വരും Py/Px ആകുമ്പോൾ. ഇതിനിപ്പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ 1+Γ mx² / 1+Γ my² Py/Px എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ ബുക്കിൽ mx = അതായത് myനെ mxൻ്റെ ടൈമിലൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 6. അതായത് നോർമൽ ഷോക്കിൻ്റെ ഇക്വേഷൻസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും തേർഡ് ലാസ്റ്റ് ആയിട്ടെന്ന് തോന്നുന്നു. അതായത് my = mxൻ്റെ ടൈമിലൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ഇക്വേഷനാണ് ഈ കാണുന്ന ഇക്വേഷൻ. അതായത് my² വാല്യൂ mxൻ്റെ ടൈംസിലേക്ക് ഒരു ഇക്വേഷനിലുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മുടെ ഗ്യാസ് ടേബിൾസിൽ myയുടെ വാല്യൂ mx എന്ന് കഴിഞ്ഞാൽ myയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തേക്കണം നോർമൽ ഷോക്കിൻ്റെ ടേബിൾസിൽ. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ മൊത്തമായിട്ട് എടുത്ത് എഴുതാം. അപ്പോൾ ഈ ഡിനോമിനേറ്ററിലാണ് my കിടക്കണതെന്നും കൂടി ഓർക്കണം. ഓക്കെ, അപ്പോൾ ഈ സാധനം my² = 2/Γ + Γ - 1 + mx² / 2Γ/Γ - 1 × mx² - 1 എന്ന് പറഞ്ഞൊരു സാധനം, ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് myയുടെ ഇക്വേഷനാണ്. അത് ഡാറ്റ ബുക്കിലുണ്ട്. അത് അതുപോലെ തന്നെ എടുത്ത് എഴുതാം. ഇനി ന്യൂമറേറ്ററിൽ ഈ ഡിനോമിനേറ്ററിനെ സിംപ്ലിഫൈ ചെയ്യുക. ഇതിനപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 1 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? 2Γ / Γ - 1 × mx² - 1 ഇവിടെ വരും. 1ൻ്റെ സ്ഥാനത്ത് വരും.
പ്ലസ് ഗാമ ഇൻറ്റു 2 ആ ഗാമേനുള്ളിലേക്ക് കയറ്റാം. അപ്പോൾ 2 ഗാമ ബൈ ഗാമ മൈനസ് 1 പ്ലസ് എം എക്സ് സ്ക്വയർ ഇൻറ്റു ഗാമ എന്ന് വരും, ഗാമ എം എക്സ് സ്ക്വയർ എന്ന് വരും. എന്നിട്ട് ഈ ഡിനോമിനേറ്ററെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? 1 പ്ലസ് ഗാമ എം എക്സ് സ്ക്വയർ ഇൻറ്റു ഈ ഡിനോമിനേറ്ററിലുള്ള സാധനം എന്തായിരുന്നു? 2 ഗാമ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു എം എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്ന സാധനം മുകളിലേക്ക് പോയി. സിംപ്ലിഫൈ ചെയ്യുന്ന പരിപാടിയാണ്. ഇത്രയും വരെ നിങ്ങൾ കാണിച്ചാൽ മതി. ഇനി ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് കുറേ അങ്ങോട്ട് പോകും. ഓക്കെ, നിങ്ങൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 7 മാർക്കിനൊക്കെ സാധനം ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്യുക, കുത്തിരും സിംപ്ലിഫൈ ചെയ്ത് ജസ്റ്റ് ബ്രാക്കറ്റ് പൊളിക്കുക, റീഅറേഞ്ച് ചെയ്താൽ മാത്രം മതി. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈമിലേക്ക് കിട്ടും. അല്ലെങ്കിൽ ഇത് കാണാപ്പാടം പഠിച്ചെഴുതാം. കാണാപ്പാടം പഠിച്ചെഴുതാണ് ഇച്ചിരി കൂടി സിമ്പിൾ. അത് കുഴപ്പമില്ല. ഡിനോമിനേറ്റർ അതുപോലെ തന്നെ നടക്കും. 1 പ്ലസ് ഗാമ എം എക്സ് സ്ക്വയർ ഇൻറ്റു 2 ഗാമ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു എം എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞ ടൈം അതുപോലെ തന്നെ നടക്കും. ഡിനോമിനേറ്ററുള്ള ടൈമിനെ നമുക്ക് ഇച്ചിരി കൂടി സിമ്പിൾ ആക്കാനായിട്ട് ഗാമ പ്ലസ് 1 ബൈ ഗാമ മൈനസ് 1 ഇതിനെ അങ്ങോട്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സാധനം കിട്ടും. ഇതിനെ വെറുതെ സിംപ്ലിഫൈ ചെയ്ത് വെച്ച് 2 സ്റ്റെപ്പേ ഉള്ളൂ. ഗാമ പ്ലസ് 1 ബൈ ഗാമ മൈനസ് 1 പ്ലസ് ഗാമ പ്ലസ് 1 ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു ഗാമ എം എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇനിയും ഇതിനെ കുറച്ച് 2 സ്റ്റെപ്പിനും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി പരിപാടികളായി. ഇനി ഇവിടെ ഗാമ പ്ലസ് 1 ബൈ ഗാമ മൈനസ് 1 അവിടെ കിടപ്പുണ്ട്, പുറത്തേക്ക് എടുക്കാം. 1 പ്ലസ് ഗാമ എം എക്സ് സ്ക്വയർ ഇൻറ്റു ഗാമ പ്ലസ് 1 ബൈ ഗാമ മൈനസ് 1 എന്ന് വരും. ഈ സാധനം ഈ 1 പ്ലസ് ഗാമ എം എക്സ് സ്ക്വയർ എന്ന് പറയുന്ന സാധനം ന്യൂമറേറ്ററിലും കിടക്കുന്നുണ്ട്, ഡിനോമിനേറ്ററിലും കിടക്കുന്നുണ്ട്. അതായത് പുറത്തെടുത്ത് എടുത്ത് കഴിയുമ്പോൾ ഇത് ന്യൂമറേറ്ററിലും ഉണ്ട്, ഡിനോമിനേറ്ററിലും ഉണ്ട്. അതങ്ങോട്ട് വെട്ടിക്കളയാം. അപ്പോൾ ബാക്കി എന്ത് വരും? 2 ഗാമ ബൈ ഗാമ പ്ലസ് ഗാമ മൈനസ് 1 ഇൻറ്റു എം എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ ഗാമ പ്ലസ് 1 ബൈ ഗാമ മൈനസ് 1 എന്ന് വരും. ഇതിനെ മുകളിലേക്ക് കയറ്റാം. അപ്പോൾ റെസിപ്രോക്കൽ ആവും. അപ്പോൾ ഗാമ മൈനസ് 1 ബൈ ഗാമ പ്ലസ് 1 ഇൻറ്റു 2 ഗാമ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു എം എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് വരും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഉള്ളിലേക്ക് കയറ്റാം. അപ്പോൾ ഇതുള്ളിലേക്ക് വരുമ്പോൾ ഗാമ മൈനസും വെട്ടിപ്പോകും. അപ്പോൾ 2 ഗാമ ബൈ ഗാമ പ്ലസ് 1 ഇൻറ്റു എം എക്സ് സ്ക്വയർ മൈനസ് ഗാമ മൈനസ് 1 ബൈ ഗാമ പ്ലസ് 1 എന്ന് വരും. ഇത്രയും മതി. ഇതാണ് നമ്മുടെ ഫൈനൽ റിലേഷൻ. ഇറ്റ് ഈസ് ദി ഇക്വേഷൻ ഫോർ സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ അക്രോസ് ദി ഷോക്ക്. അപ്പോൾ ഇതിൽ നിന്ന് 2-3 കൊറോളറി കൺക്ലൂഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. അതാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ എം എക്സ് സ്ക്വയർ ഈ ടേമുകളെല്ലാനും ഓൾറെഡി ഗാമ എന്തായാലും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഇത് ചെറിയൊരു പോസിറ്റീവ് ടേം ആയിരിക്കും. ഓക്കെ, ഇനി എം എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ പി വൈ ബൈ പി എക്സ് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. അതെന്താണ്? ഷോക്ക് ഉണ്ടാവില്ല. കാരണം അതെന്താണ്? ഒരു ലിമിറ്റിംഗ് കേസാണ്. എം എക്സ് സ്ക്വയർ ഇത് 1 ആണെന്നുണ്ടെങ്കിൽ എം എക്സ് സ്ക്വയർ 1 ആണെന്നുണ്ടെങ്കിൽ എം വൈ സ്ക്വയറും 1 ആയിരിക്കും. അപ്പോൾ ഷോക്ക് അവിടെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഒരു ട്രാൻസിഷൻ റീജിയൻ ആണ്. അപ്പോൾ പി വൈ ബൈ പി എക്സും ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇത് എം എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ പി വൈ ബൈ പി എക്സ് ഗ്രേറ്റർ ദാൻ 1 തന്നെ ആയിരിക്കും. ഓക്കെ, ഇതും പോസിറ്റീവ്. ഇത് ലാർജ് പോസിറ്റീവ് മൈനസ് സ്മോൾ പോസിറ്റീവ്, ഇത് പോസിറ്റീവ് ആണപ്പോൾ എപ്പോഴും. ഇനി എം എക്സ് ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ സബ്സോണിക് ഫ്ലോയിലാണ് എം എക്സ് എന്നുണ്ടെങ്കിൽ പി വൈ ബൈ പി എക്സ് ലെസ് ദാൻ 1 ആയിരിക്കും. പക്ഷെ അത് പോസിബിൾ അല്ല. പി വൈ ബൈ എക്സിറ്റിലുള്ള ഷോക്ക് എന്ന് പറയുന്നത് ഷോക്കിൻ്റെ എക്സിറ്റിലേക്ക് നമുക്ക് നെഗറ്റീവ് പ്രഷർ വരാൻ പറ്റത്തില്ല. ഓക്കെ, നെഗറ്റീവ് പ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഫ്ലോ റിവേഴ്സ്ഡ് ഡയറക്ഷനിലായിരിക്കും. അതായത് പി വൈ ലോവർ പ്രഷർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് ഫ്ലോ പോസിബിൾ ആവില്ല. പി വൈ ബൈ പി എക്സ് ലെസ് ദാൻ 1 പോസിബിൾ അല്ല. അതുകൊണ്ടാണ് നമുക്ക് സബ്സോണിക് ഫ്ലോയിൽ ഷോക്ക് പോസിബിൾ അല്ലാത്ത. ഇത് നമ്മൾ ഇച്ചിരി കൂടി വെറൈറ്റി ആയിട്ട് നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രഷറിൻ്റെ ഇക്വേഷനിൽ എൻട്രോപ്പിയുടെ ഇക്വേഷനിൽ ഡിറൈവ് ചെയ്യും. അപ്പോൾ നോക്കാം. അപ്പോൾ ഇത് തന്നെ വേറെ രീതിയിലും വരും. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.